SFI റിപ്പോർട്ട് വെച്ചുകൊണ്ട് പ്രതിപക്ഷം പറയുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അല്ലാന്നും പറയുന്നില്ല. കാരണം ഇത് അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ്. ഇത് കോടതിയിലെത്തിയിട്ട് വാദം കഴിഞ്ഞ് കോടതി ഒരു നിഗമനത്തിലെത്തുമ്പോഴാണ്, തീർപ്പ് കൽപ്പിക്കുമ്പോഴാണ് ഇതൊരു തട്ടിപ്പാണോ അതല്ല സാധാരണഗതിയിലുള്ള ഒരു വ്യാപാര ബന്ധം മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം അത് അന്വേഷിച്ച് അതായത് കോടതി തീർപ്പ് കൽപ്പിക്കണം. അതുവരെ നമുക്ക് ഇത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. SFI എന്ന് പറയുന്നത് അവരന്വേഷണത്തിൽ പലതും ഇനിയും പുറത്ത് വരാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. നേരത്തെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനല്ല, പല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പല ഇനീഷ്യലിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ നല്ല സംഖ്യ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. CMRL അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തി മാവേലിയെ പോലെ അത്രയും വലിയ ദാനശീലനൊന്നും അല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ കാശ് കൊടുക്കുക. രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, ഇങ്ങനെയൊക്കെ പല ആളുകൾക്കും കാശ് കൊടുത്തതിന്റെ കണക്ക് ഇപ്പോഴും SFIയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ഇതൊക്കെ എന്തിനു കൊടുത്തു? വെറുതെ കൊടുത്തതാണോ അതല്ല എന്തെങ്കിലും കാര്യലാഭത്തിന് കൊടുത്തതാണോ എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ചുമതലയുണ്ട്. അങ്ങനെ സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് ഉള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ആദ്യം CMRL പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്ര കാലത്തേക്ക് ചില സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള തുകയാണ്, ആ സേവനത്തിന് കൊടുക്കുന്ന പ്രതിഫലം മാത്രമാണെന്ന് പറഞ്ഞു. അത് സേവനം കൊടുത്താലും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അവരുടെ തമ്മിലുള്ള ധാരണയനുസരിച്ചിട്ട് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പോലെ, AMC പോലെ ഒന്നാണെങ്കിൽ മെയിൻ്റനൻസ് നടക്കണമെന്നൊന്നുമില്ല. അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പക്ഷേ കരാറുണ്ടെങ്കിൽ കൊടുക്കുക. ഇതൊക്കെ നമുക്കിനി പക്ഷേ പുറത്ത് വരേണ്ടതാണ്. ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നില്ല. ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഭീകര സംഘടനകൾക്ക് കാശ് കൊടുത്തതുമായി ബന്ധമുണ്ട് എന്ന് അവരുടെ അങ്ങനെ നിഗമനത്തിൽ എത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വളരെ വേഗമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ SFI പറഞ്ഞിട്ടുള്ളത്. അതൊരു പക്ഷേ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ കാണുന്നത് ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മാത്രമാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചുള്ള വാദം നടക്കേണ്ടതുണ്ട്, അത് വെച്ചുള്ള തെളിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് കോടതിക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയുമ്പോഴാണ് ഇതിൽ എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത്, എത്ര പേർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് പറയുന്നത് വലിയ മാവേലിയെ പോലെ ദാനശീലനായിട്ടുള്ള ആളാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുക.